ഇന്ന് 1 കിലോ വറ്റമീൻ കിട്ടി. അത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണിത്. ഇത് 1 കിലോ ഉണ്ട്. ഇത് നല്ല കുടംപുളിയൊക്കെ നല്ല മുളക് ചാറ് ആയിട്ട് ഒരു കറി വെക്കാം. ഇതുപോലെ നല്ല കൊഴുത്ത ചാറോടുകൂടി എരിയുള്ള ഒരു മീൻ കറി വെക്കാം. അതിനായിട്ട് നമുക്ക് ഒരു മൺചട്ടി വെച്ച് ചൂടായാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതൊഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്കിന് അതിലേക്ക് 2 സ്പൂൺ ജിഞ്ചർ, 2 സ്പൂൺ ഗാർലിക്ക്, 2 സ്പൂൺ ചെറിയുള്ളി ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇടാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 2.5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. അതാകുമ്പോൾ നല്ല നിറവും കിട്ടും, ഒത്തിരി എരിയും ഉണ്ടാകത്തില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ഇടാം. ഇത് പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അതിലേക്ക് 2-3 അല്ലി കുടംപുളി ഇട്ട് അത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോ കഷ്ണങ്ങളാക്കി അതിലേക്ക് വെച്ച് നന്നായിട്ട് അടച്ച് വേവിക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒന്ന് നന്നായിട്ട് ചാറും ഒക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്കിടാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനിയും അതൊരു 10 മിനിറ്റ് ഇരുന്ന് വേകട്ടെ. നമുക്ക് ഓരോ മീനിൻ്റെ വേവ് അനുസരിച്ച് നോക്കണം. ഒത്തിരി വെന്തുടഞ്ഞ് പോകരുത് മീൻ. ഇപ്പം മീനെല്ലാം വെന്ത് തീ ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റായി. അതൊന്ന് ചട്ടിയിലിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റൊക്കെ മീൻ കഷ്ണത്തിലൊക്കെ പിടിക്കും. അപ്പോൾ അതാ കണ്ടില്ലേ, മീനൊക്കെ വെന്തിട്ടുണ്ട്. നല്ല കൊഴുത്ത ചാറുമുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണിത്. എല്ലാവരും ഈ മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും കാണാം മറ്റൊരു നല്ല റെസിപ്പിയുമായി. Have a nice day.